പാതിവില തട്ടിപ്പിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. അതായത് ഈ ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ പ്രമീള ദേവിയും അനന്തകൃഷ്ണനും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് ആരോപിച്ചത് ബി.ജെ.പിയുടെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ഗീതാകുമാരിയാണ്. പക്ഷേ അതിനെ നിഷേധിച്ചുകൊണ്ട് പ്രമീള ദേവി രംഗത്ത് വന്നിരുന്നു. ഒരു ബന്ധവുമില്ല, ഏതോ പൊതുചടങ്ങിൽ വെച്ച് കണ്ട പരിചയം മാത്രമേ ഉള്ളൂ എന്നായിരുന്നു പ്രമീള ദേവി പറഞ്ഞത്. പക്ഷേ പ്രമീള ദേവിയുടെ വാക്കുകൾ പൊളിയുന്ന രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് പ്രമീള ദേവിയും അനന്തു കൃഷ്ണനും ചേർന്ന് കമ്പനി രൂപീകരിച്ചതിന്റെ രേഖകളാണ് ഇപ്പോൾ കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. ഗുൾ ലിവിംഗ് പ്രോട്ടോകോൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇരുവരും ഒരുമിച്ച് തുടങ്ങിയത്. പ്രമീള ദേവി രാജിവെച്ച ദിവസം മകൾ പ്രമീള ലക്ഷ്മിയെ പകരം ഡയറക്ടറാക്കുകയും ചെയ്തു. അങ്ങനെ ഒരുമിച്ച് കമ്പനി രൂപീകരിച്ച ആളെക്കുറിച്ചാണ് ബി.ജെ.പിയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റായ പ്രമീള ദേവി പറഞ്ഞത്. എനിക്കൊരു പൊതുചടങ്ങിൽ കണ്ട പരിചയം മാത്രമേ ഉള്ളൂവെന്ന്. കോട്ടയത്ത് നിന്ന് സനോജ് ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി. സനോജ്, ബി.ജെ.പി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റാണ് പ്രമീള ദേവി. തെരഞ്ഞെടുപ്പിലൊക്കെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആൾ കൂടിയാണ്. ഇവർ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് ആരോപിച്ചത് അവരുടെ സംസ്ഥാന സമിതി അംഗമായിരുന്ന ഗീതാകുമാരിയായിരുന്നു. അന്ന് പ്രമീള ദേവി മറുപടി പറഞ്ഞത് അത്തരത്തിൽ ഒരു ബന്ധവുമില്ല, ഒരു പൊതുചടങ്ങിൽ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ എന്നായിരുന്നു. പക്ഷേ ഈ രേഖകൾ നമ്മളോട് പറയുന്നത് എന്താണ് സനോജ്? മനു, കോൺഗ്രസിലൂടെ ബി.ജെ.പിയിലേക്ക് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ആളുകൂടിയാണ് പ്രമീള ദേവി. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലാണ് ഇവരുടെ സ്വദേശം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ ഇവർ വനിതാ കമ്മീഷൻ അംഗമായത് കോൺഗ്രസ്സുകാരിയായിരിക്കുമ്പോഴായിരുന്നു വനിതാ കമ്മീഷൻ അംഗമായിരുന്നത്. അന്ന് മുതൽ അനന്തകൃഷ്ണനുമായി ഒരു അടുത്ത ആത്മബന്ധം പ്രമീളാദേവിക്കുണ്ടായിരുന്നു. ആ ആത്മബന്ധത്തിൻ്റെ ചുവട് പിടിച്ചാണ് ബി.ജെ.പിയുടെ ഭാഗമായപ്പോഴും അനന്തകൃഷ്ണനുമായിട്ടുള്ള ബന്ധം പ്രമീളാദേവി തുടർന്നത്. എന്നാൽ പ്രമീളാദേവി ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ വാർത്തകൾ പ്രമീളാദേവിയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പുറത്തു വരുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ പ്രമീളാദേവി കൂട്ടാക്കിയിരുന്നില്ല. കഴിഞ്ഞ 3-4 ദിവസം മുമ്പേ പ്രമീളാദേവിയുടെ പേര് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവമായി ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ പ്രമീളാദേവിയുമായി ബന്ധപ്പെട്ടിരുന്നു അവരുടെ ഒരു പ്രതികരണം എടുക്കാൻ വേണ്ടി. എന്നാൽ താനിപ്പോൾ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ള ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അങ്ങനെ അവർ ഈ തട്ടിപ്പിൽ തനിക്ക് പങ്കില്ല എന്നും അനന്തകൃഷ്ണനുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നും പൊതുപരിപാടികളിൽ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ എന്നായിരുന്നു ഈ പ്രമീളാദേവി നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. പ്രമീളാദേവിയും അനന്തകൃഷ്ണനും തമ്മിൽ വലിയ ഒരു ആത്മബന്ധമുണ്ട് എന്നും ആ ആത്മബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രമീളാദേവി വലിയ തോതിൽ ഒരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ട് അനന്തകൃഷ്ണനുമായി ചേർന്ന്. അത് 2019 ഡിസംബർ മാസം 20-ാം തീയതിയാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തത്. കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. ഗുഡ് ലിവിംഗ് പ്രോട്ടോകോൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരുമിച്ചാണ് ഇവർ രണ്ടുപേരും ഈ കമ്പനി രൂപീകരിച്ചത്. ഈ കമ്പനി രൂപീകരിച്ചതിന് ശേഷം 2021 മാർച്ച് 10 വരെ പ്രമീളാദേവി ഡയറക്ടറായി തുടർന്നു. പ്രമീളാദേവി ഡയറക്ടറായി തുടർന്നു എന്നുള്ളത് മാത്രമല്ല, പ്രമീളാദേവി പിന്നീട് ഈ ഡയറക്ടർ സ്ഥാനം രാജിവെക്കുന്നുണ്ട്. 2021 മാർച്ച് 10-ാം തീയതിയാണ് പ്രമീളാദേവി ഇതിൻ്റെ ഡയറക്ടർ സ്ഥാനത്തൊന്നും രാജിവെച്ചൊഴിയുന്നത്. അങ്ങനെ രാജിവെക്കുമ്പോൾ പകരം ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് സ്വന്തം മകളായിട്ടുള്ള പ്രമീളാദേവിയുടെ മകൾ പ്രമീള ലക്ഷ്മിയെയാണ് പകരം ഡയറക്ടറായി കൊണ്ടുവരുന്നത്. ഒപ്പം തന്നെ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ആനക്കൽ ആസ്ഥാനമായിട്ടായിരുന്നു ഈ കമ്പനിയുടെ പ്രവർത്തനം, കമ്പനിയുടെ രൂപീകരണം. ഈ പ്രമീളാദേവിയുടെ വീട് എന്ന് പറയപ്പെടുന്നത് കാഞ്ഞിരപ്പള്ളി ആനക്കലിലാണ്. അങ്ങനെ വീട് കേന്ദ്രീകരിച്ചായിരുന്നു ഈ തട്ടിപ്പിന്റെ പ്രഭവ കേന്ദ്രം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ കമ്പനി ഇപ്പോൾ നിലവിലുണ്ടോ? ഈ കമ്പനി ഇപ്പോൾ പ്രവർത്തനക്ഷമമാണോ? ഇപ്പോഴും ഈ പ്രമീളാദേവിയുടെ മകൾ പ്രമീള ലക്ഷ്മി അതിന്റെ ഡയറക്ടറാണോ? തീർച്ചയായിട്ടും ഇപ്പോഴും കമ്പനി സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഓൺലൈൻ വഴി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കമ്പനിയുടെ ഡയറക്ടർ സ്ഥാനത്തുനിന്ന് പ്രമീളാദേവി രാജിവെക്കുമ്പോൾ മകൾ വരുന്നതിനൊപ്പം തന്നെ മറ്റൊരു ഡയറക്ടർ കൂടി ആ സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അത് തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള അമ്പാട്ട് മുകുന്ദൻ എന്ന ആളാണ് ഈ കമ്പനിയുടെ ഡയറക്ടറായിട്ട് വരുന്നത്. പ്രമീളാദേവിയുമായി വലിയ ആത്മബന്ധമുള്ള അടുപ്പക്കാരൻ കൂടിയാണ് ഈ തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള അമ്പാട്ട് മുകുന്ദൻ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുൻപ് ഇത്തരം വാർത്തകൾ, അതായത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രമീളാദേവിയുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ പ്രമീളാദേവി വ്യക്തമാക്കിയിരുന്നത് തനിക്ക് അനന്തകൃഷ്ണനുമായി യാതൊരു അടുത്ത ബന്ധവുമില്ല, ഒരു പൊതുപരിപാടിയിൽ കണ്ടപ്പോൾ മാത്രമുള്ള പരിചയമാണ് എന്നാണ് അവർ വ്യക്തമാക്കിയത്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. പ്രമീളാദേവിയും അനന്തകൃഷ്ണൻ തമ്മിൽ വലിയ തോതിലുള്ള ബന്ധമുണ്ട്. ഇവർ തമ്മിൽ ബന്ധം മാത്രമല്ല, ഒരുമിച്ചുള്ള ബിസിനസ് ഉണ്ടായിരുന്നു, പാർട്ട്ണർമാരായിരുന്നു. അങ്ങനെ പാർട്ട്ണർഷിപ്പിലാണ് കമ്പനി രൂപീകരിച്ചുകൊണ്ട് ഈ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ രേഖകൾ നമ്മളോട് സംസാരിക്കുന്നത്. എന്നാൽ നിലവിൽ രാവിലെ മുതൽ തന്നെ പ്രമീളാദേവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം എടുക്കാൻ അവരെ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ഫോണിൽ ലഭ്യമല്ല, ഫോൺ സ്വിച്ച് ഓഫ്ഡ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രമീളാദേവിയുടെ പ്രതികരണമാണ് ഇക്കാര്യത്തിൽ ഇനി അറിയേണ്ടത്. മുൻപ് പൊതുചടങ്ങിൽ മാത്രം കണ്ട് പരിചയമുള്ള അനന്തകൃഷ്ണനുമായി എങ്ങനെയാണ് ഇത്തരത്തിലൊരു കമ്പനി രൂപീകരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിലവിൽ ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്തിന്റെ കമ്പനിയാണ് ഈ ഗുഡ് ലിവിംഗ് പ്രോട്ടോകോൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ? എന്തിന്റെ കമ്പനിയാണ് സനോജ്?
ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കാർഷികോപകരണങ്ങൾ ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട കമ്പനി എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഇത്തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അതായത് അനന്തകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ അതേ രൂപത്തിൽ തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള അതും പാതി വിലയാണോ? അവിടെ പാതി വിലയ്ക്ക് വിതരണം ചെയ്യുകയാണോ? തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊക്കെയുള്ള വിശദാംശങ്ങൾ ഇനി പറയേണ്ടത് പ്രമീളാദേവി തന്നെയാണ്. കാരണം ആരോപണത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നത് പ്രമീളാദേവിയാണ്. ആരോപണത്തിന്റെ മുൾമുനയിൽ മാത്രമല്ല, ആധികാരികമായ രേഖകൾ കൂടി ഇപ്പോൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം ഇത് ആരോപണമല്ലല്ലോ. ഇത് ആരോപണത്തിനപ്പുറത്തേക്ക് അവർ ഒരു കള്ളം പറയുന്നു. എനിക്ക് ഈ പറയുന്ന അനന്തകൃഷ്ണനുമായി പൊതുചടങ്ങിൽ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ എന്ന്. സ്വാഭാവികമായി ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി പൊതുചടങ്ങിൽ വെച്ച് വേണമെങ്കിൽ ആരെ വേണമെങ്കിലും കാണാം. അതിനൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. നമ്മളത് വിശ്വസിച്ചു. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അതിനപ്പുറത്തേക്ക് ഇവർ രണ്ടുപേരും ചേർന്നൊരു കമ്പനി ആരംഭിച്ചിരിക്കുന്നു. ആ കമ്പനി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷകർക്ക് ഉപകരണങ്ങൾ കൊടുക്കുക എന്നതാണ് ആ കമ്പനിയുടെ ലക്ഷ്യം. ഈ പ്രമീളാദേവി രാജിവെച്ചപ്പോൾ പ്രമീളാദേവിയുടെ മകൾ അവിടെ ഡയറക്ടറായി വരികയാണ്. ഇപ്പോഴും അവർ ഡയറക്ടറായി തുടരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് രാജ്യം ഭരിക്കുന്ന BJPയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റാണ് ഈ പ്രമീളാദേവി എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അതിന് രാഷ്ട്രീയ മാനമുണ്ട്. ഇതൊന്നും അറിയില്ല എന്നായിരുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞു. എല്ലാവരും ഡീസന്റ് ആണെന്നായിരുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം. അതുതന്നെയാണ് ഇതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാകുന്നത്. പലവിധ രാഷ്ട്രീയ നേതാക്കന്മാർക്കും താൻ സാമ്പത്തികമായി സഹായങ്ങൾ നൽകിയിട്ടുണ്ട്, ഫണ്ടുകൾ നൽകിയിട്ടുണ്ട് എന്ന് അനന്തകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഒപ്പം തന്നെ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ ഫണ്ട് വാങ്ങിയതും അല്ലെങ്കിൽ സാമ്പത്തിക കൈകാര്യങ്ങൾ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ അനന്തകൃഷ്ണൻ, തട്ടിപ്പ് വീരനായിട്ടുള്ള അനന്തകൃഷ്ണനുമായി ചേർന്ന് സ്വന്തമായി ഒരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് തട്ടിപ്പിൻ്റെ വേറൊരു വേർഷനിലേക്ക് പ്രമീളാദേവി എന്ന് പറയപ്പെടുന്ന BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പോയി എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി മാറുന്നത്. എന്തായാലും പ്രമീളാദേവി ഡയറക്ടർ സ്ഥാനത്ത് തുടർന്നു. ആ ഡയറക്ടർ സ്ഥാനത്തു നിന്നും പ്രമീളാദേവി ഒഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് തൻ്റെ മകളെ സുരക്ഷിതമായി ആ സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി പ്രമീളാദേവി യാതൊരു മടിയും കാണിച്ചില്ല. അങ്ങനെ മകൾക്ക് സ്ഥാനം കൈമാറിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ബാറ്റൺ കൈമാറിക്കൊണ്ടാണ് പ്രമീളാദേവി ഡയറക്ടർ സ്ഥാനത്തു നിന്ന് ഒഴിവായത്. ഒപ്പം തന്നെ തൻ്റെ വിശ്വസ്തനായിട്ടുള്ള മറ്റൊരാളെ കൂടി ഡയറക്ടർ സ്ഥാനത്തേക്ക് അവരോധിച്ചുകൊണ്ടായിരുന്നു പ്രമീളാദേവിയുടെ നീക്കം. അങ്ങനെ പ്രമീളാദേവിയും അനന്തകൃഷ്ണനും ചേർന്നുള്ള തട്ടിപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ആധികാരികമായ രേഖകൾ ഉൾപ്പെടെയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇനി പ്രതികരിക്കേണ്ടത് പ്രമീളാദേവി തന്നെയാണ്. പ്രമീളാദേവി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മനു, ഞാൻ സനോജിലേക്ക് തിരികെ വരാം. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടക്കം ഇപ്പോൾ പ്രതിസ്ഥാനത്തേക്ക് വരുന്ന കാര്യമാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. വെറും ആരോപണം എന്നതിനപ്പുറത്തേക്ക് ഈ ആയിരക്കണക്കിന് കോടി രൂപ നാട്ടുകാരെ പറ്റിച്ച അനന്തകൃഷ്ണനും BJP സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പ്രമീളാദേവിയും ചേർന്നുകൊണ്ടൊരു കമ്പനി തുടങ്ങിയിരുന്നു. ഗുഡ് ലിവിംഗ് പ്രോട്ടോകോൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ആ കമ്പനിയുടെ പേര്. ആ കമ്പനിയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ പ്രമീളാദേവിയുടെ മകളാണ്. പിന്നെ മറ്റൊരു തൃശ്ശൂർ സ്വദേശി അമ്പാട്ട് മോഹൻ, അങ്ങനെ ഒരാൾ കൂടിയുണ്ട് തൃശ്ശൂർ സ്വദേശിയായ. ഇവരാണ് ഇപ്പോൾ ഡയറക്ടർ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കമ്പനി? ഈ തട്ടിപ്പുകാരനുമായിട്ട് പ്രമീളാദേവിക്കുള്ള ബന്ധം എന്താണ്? എന്തുകൊണ്ടാണ് ആദ്യം നുണ പറഞ്ഞത്? എനിക്ക് ഒരു പൊതുചടങ്ങിൽ വച്ച് കണ്ട പരിചയം മാത്രമേ ഈ അനന്തകൃഷ്ണനുമായിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന നുണ എന്തിന് പ്രമീളാദേവി പറഞ്ഞു? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് എന്ന മറുപടിയാണ് ലഭിക്കുന്നത്. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രേഖകളൊക്കെ പുറത്തു വന്നതോടുകൂടി അത് തന്നെയായിരിക്കും ഉണ്ടാവുക. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാർട്ടിക്ക് ഇതുമായി ഒരു ബന്ധമില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാദവും പൊളിയുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ തൊട്ടു താഴെയുള്ള പദവിയാണ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആ വൈസ് പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന വ്യക്തി ഈ തട്ടിപ്പുകാരനുമായി ചേർന്ന് വലിയ കമ്പനി ആരംഭിച്ചു. ആ കമ്പനി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശലക്ഷ്യം അത്ര നല്ലതല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഒരു തട്ടിപ്പുകാരനുമായി ചേർന്നാണ് ആ കമ്പനി ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി നിൽക്കുകയാണ്.